നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വിക്ടർ ജോസഫ്. പ്രധാന വാർത്തകൾ. വീരപഴശ്ശിയുടെ കഥയുമായി പഴശ്ശിരാജ സിനിമ പ്രദർശനത്തിലെത്തി. തിയേറ്ററുകളിൽ വൻ തിരക്ക്. വിവാദങ്ങൾക്ക് വിരാമമിടാൻ കോട്ടൂർ വയലിലെ ജൈവവള നിർമ്മാണ യൂണിറ്റ് സന്ദർശിക്കുവാൻ വിദഗ്ധ സംഘം എത്തുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആറളത്ത് മുസ്ലിം ലീഗിന്റെ സഹായന ധർണ. വാർത്തകൾ വിശദമായി. വീരപഴശ്ശിയുടെ കഥ പറയുന്ന പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്തു. മുഴക്കുന്നിലും കണ്ണമം കാടുകളിലുമായി ഏറിയ ഭാഗം ചിത്രീകരിച്ച പഴശ്ശിരാജ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മമ്മൂട്ടിക്കും പഴശ്ശിരാജാവിനും ജയ് വിളിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ സിനിമയെ എതിരേറ്റത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ചിത്രം പഴശ്ശിരാജ പ്രദർശനത്തിനെത്തിയത്. ആദ്യ പ്രദർശനത്തിന് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മമ്മൂട്ടിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും അലങ്കാരങ്ങളും ഉയർത്തി പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഫസ്റ്റ് റിലീസിംഗ് മമ്മൂട്ടിയുടെ ആരാധകർ ആഘോഷമാക്കി മാറ്റിയത്. മലയാളികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യമാണ് പഴശ്ശിരാജ എന്ന സംവിധായകൻ ഹരിഹരൻ. സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര സന്ദർശന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിൽ കമ്പനിപ്പടയ്ക്കെതിരെ ഐതിഹാസിക സമരം നടത്തിയ പഴശ്ശിരാജയെ നമ്മുടെ രാജ്യം ഇതുവരെയും വേണ്ട രീതിയിൽ ആദരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി കേരള സമൂഹം സമർപ്പിക്കുന്ന സ്മാരകമാണ് ഈ സിനിമ. ഈ സിനിമയുടെ കഥയായിരിക്കും ഇതിനെ ലോക നിലവാരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കുക എന്ന് ഹരിഹരൻ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MDയുടെയോ ഹരിഹരന്റെയോ സിനിമയല്ല പഴശ്ശിരാജ എന്നും ഇത് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെയോ MTയുടെയോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെയോ സിനിമയല്ല. ജനങ്ങൾ ആവേശത്തോടെ ആബാലവൃദ്ധം ജനങ്ങളും ഇതുവരെ തിയേറ്ററിൽ പോകാത്ത പ്രായാധിക്യമുള്ള ആളുകൾ വരെ പലപ്പോഴും എന്നെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രം കാണാൻ ഞങ്ങൾ തിയേറ്ററിൽ പോകും. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഫിലിമാണ് പഴശ്ശിരാജ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു സബ്ജക്ട് ഇനി കേരളത്തിൽ പറയാനില്ല. സഹസംവിധായകരായ പ്രവീൺ മൂടാടി, ആനന്ദ് കിഷോർ, ബാബു നാരായണൻ, ഇപ്പോഴത്തെ കുറുമ്പനാട് രാജാവായ രവിവർമ്മ രാജ, ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, ഡോക്ടർ പ്രമോദ് കുമാർ, ശശി നിർമാല്യം, സിനി രാംദാസ്, ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംവിധായകനോടൊപ്പം ഉണ്ടായിരുന്നു. മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് പഴശ്ശിരാജ സിനിമയുടെ ഫിലിം പ്രിന്റ് പൂജിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ചടങ്ങിൽ ശ്രീഗോകുലം മൂവീസിന്റെ പ്രതിനിധികളും ക്ഷേത്ര ഭാരവാഹികളായ ഗോപി, മുരളി, പുരളിമല മഹാവിഷ്ണു അയ്യപ്പ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി PK ഷാജു, ജനകൻ, N പ്രദീപൻ, രജീഷ് എന്നിവർ പങ്കെടുത്തു. വിവാദങ്ങൾക്കൊടുവിൽ ശ്രീകണ്ഠപുരം കോട്ടൂർ വയലിലെ ജൈവവള നിർമ്മാണ യൂണിറ്റ് സന്ദർശിക്കുവാൻ വിദഗ്ധ സംഘം എത്തും. തദ്ദേശവാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും യൂണിറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് വിദഗ്ധ സംഘം ശനിയാഴ്ച ശ്രീകണ്ഠപുരത്തെത്തുന്നത്. കോട്ടൂർ വയലിൽ ആരംഭിക്കുന്ന ജൈവവള നിർമ്മാണ യൂണിറ്റിനെതിരെ തദ്ദേശവാസികളിൽ ചിലർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിനെ തുടർന്ന് സർവകക്ഷി യോഗം കഴിഞ്ഞയാഴ്ച ശ്രീകണ്ഠാപുരം പഞ്ചായത്ത് ഹാളിൽ ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സംഘം പ്രൊജക്ട് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഡയറക്ടർ ദിലീപ് കുമാർ M-ന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശനിയാഴ്ച ജൈവവള നിർമ്മാണ യൂണിറ്റ് സന്ദർശിക്കാനെത്തുന്നത്. ആറളം പാലം യാഥാർത്ഥ്യമാക്കുക, സർക്കാർ കോൺട്രാക്ടർ ലോബി ഒളിച്ചുകളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആറളത്ത് സായന ധർണ നടത്തി. കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലേക്ക് 19-ാം തീയതി നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള വാഹനജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി. പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് PP അബ്ദുൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഔദാര്യമായിട്ട് ഒരു ഗവൺമെന്റും പ്രവാസികൾക്കെന്നല്ല ഒരു ജനവിഭാഗത്തിനും പഠിച്ചോ എന്ന് പറഞ്ഞൊരു നിയമം തന്നിട്ടുണ്ട്. ഇരിട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം എടൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു. ഫാദർ ഇമ്മാനുവൽ പോത്തങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ പലപ്പോഴും ഒന്നിനെ ബാധിക്കുകയില്ല, എല്ലാം ബാധിക്കാതെ തന്നെ വളരെ സുഖമായിട്ട് എല്ലാം നടന്നുകൊള്ളും എന്നാണ് അവർ എൻ്റെ അടുത്ത് അന്ന് വാക്ക് തന്നത്. അതുകൊണ്ട് മറ്റു രീതിയിലുള്ള ആരും എടുക്കാനില്ല എങ്കിൽ ഈ വർഷം
കാക്കയങ്ങാട് പുല്ലാഞ്ഞോട് മമത കുടുംബശ്രീ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വി ഷാജി, വി രാജു, ടി പ്രസന്ന, എം ബിന്ദു, വി പ്രകാശ് എന്നിവർ സംസാരിച്ചു. 60 സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തിയത്. കൈക്കൂലി വാങ്ങിയത് ചോദ്യം ചെയ്തതിന് വികലാംഗ പെൻഷൻ തടഞ്ഞുവച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണിച്ചാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആന്റണി സെബാസ്റ്റ്യൻ, വി കെ രാജീവൻ, കെ ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. തടഞ്ഞുവച്ച പെൻഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ധർണ അവസാനിപ്പിച്ചത്. കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പേരാവൂർ ബ്ലോക്ക് തല പൈക്ക മത്സരങ്ങളോടനുബന്ധിച്ചുള്ള നീന്തൽ മത്സരങ്ങൾ മണത്തണക്കുളത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ, സി ഹരിദാസൻ, വി പത്മനാഭൻ, പി വേണു, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. അത്ലറ്റിക് മത്സരങ്ങൾ ശനിയാഴ്ചയും ഗെയിംസ് മത്സരങ്ങൾ ഞായറാഴ്ചയും പേരാവൂർ സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. പയ്യാവൂർ പൈസക്കിരി ദേവമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ഫൈൻ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഫാദർ ജോബി കാരക്കാട് നിർവഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ടി ജെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കെ എസ് കുര്യൻ, ഫാദർ തോമസ് മണമാത്ത്, സെബാസ്റ്റ്യൻ പുത്തൻവര, വി എൽ അബ്രഹാം, വി എം മാത്യു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷമായിട്ടും വേണ്ടത്ര ജീവനക്കാരില്ലാതെയും സ്ഥലപരിമിതി കൊണ്ടും ബുദ്ധിമുട്ടുകയാണ് പേരാവൂർ ഫയർ സ്റ്റേഷൻ ജീവനക്കാർ. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബറിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വേണ്ടത്ര ജീവനക്കാരില്ലാതെയും സ്ഥലപരിമിതി കൊണ്ടും വീർപ്പുമുട്ടുകയാണ്. സ്റ്റേഷൻ പരിസരത്തുള്ള റോഡ് വീതി കുറഞ്ഞത് കാരണം അപകടങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് വാഹനമെടുത്ത് പോകാൻ സാധിക്കുന്നില്ല. വാഹനമെടുത്ത് റോഡിലെത്തിയാൽ എതിരെ നിന്ന് വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് സ്റ്റേഷൻ ഓഫീസർ വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു. റോഡ് വെച്ചാൽ നമുക്ക് ഒരു ഫയർ കോൾ ഉണ്ടായാൽ ഒന്നാമത് എതിരെ ഒരു വണ്ടി വന്നാൽ നമുക്ക് സംഭവ സ്ഥലത്ത് എത്താനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ വർഷത്തെ പഞ്ചായത്തിന്റെ നിർമ്മാണ പദ്ധതിയിൽ റോഡ് വീതി കൂട്ടാനുള്ള ഫണ്ട് ഇല്ലെന്നും അതുകൊണ്ട് അടുത്ത വർഷം മാർച്ച് വരെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ സാധിക്കുകയില്ലെന്നും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ബീഗം പറഞ്ഞു. PMGSYയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിന് 6 മീറ്റർ വീതിയാണ് ഉള്ളത്. 8 മീറ്റർ വീതിക്കാണ് റോഡ് ഉള്ളത്. പെട്ടെന്ന് തന്നെ പഞ്ചായത്തിന് ഇപ്പൊ അത് ഓൺ ദി സ്പോട്ടില് വീതി കൂട്ടാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ 2009-10 വർഷത്തെ പ്രൊജക്ടുകളെല്ലാം അംഗീകരിച്ച് DPC അംഗീകാരം തന്ന് അത് പാസ്സായി വന്നിട്ടാണുള്ളത്. അപ്പൊ ഈ മാർച്ച് മാസം വരെ ഓൺ ദി സ്പോട്ടില് ഭരണസമിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പേരാവൂർ മലബാർ BEd ട്രെയിനിംഗ് കോളേജ് ഡേ സെലിബ്രേഷൻ ഡോക്ടർ RC കരിപ്പാത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ PV ജയൻ അധ്യക്ഷത വഹിച്ചു. പേരാവൂർ SI KV പ്രമോദൻ, ഡോക്ടർ A ഉണ്ണികൃഷ്ണൻ, നെൽസൺ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം മാടത്തിൽ കിഴക്കേ വീട്ടിൽ ബാബു നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. എടൂർ നെടുമുണ്ട പ്ലാമ്പറമ്പിൽ വർഗീസ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 9 മണിക്ക് എടൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. കണിച്ചാർ കൊച്ചുപരക്കൽ അന്നമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണിച്ചാർ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീരപഴശ്ശിയുടെ കഥയുമായി പഴശ്ശിരാജ സിനിമ പ്രദർശനത്തിനെത്തി. തിയേറ്ററുകളിൽ വൻ തിരക്ക്. വിവാദങ്ങൾക്ക് വിരാമമിടാൻ കോട്ടൂർ വയലിലെ ജൈവവള നിർമ്മാണ യൂണിറ്റ് സന്ദർശിക്കുവാൻ വിദഗ്ധ സംഘം എത്തുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആറളത്ത് മുസ്ലിം ലീഗിന്റെ സഹായന ധർണ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.